എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റാണ്. സാധാരണ ഇഡ്ഡലി, ദോശ, ഇടിയപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരമായിട്ട് അത് കഴിക്കുമ്പോൾ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ എനിക്ക് പണി കൂടുതലുമാണ്, കുട്ടികൾക്കതൊരു ബോറടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ചും കൂടി ന്യൂട്രീഷണൽ വാല്യൂസ് ഉള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ കൊടുക്കാം. നോർമലി പാല് രാവിലെ കുടിക്കുന്ന ശീലമില്ല കുട്ടികൾക്ക്, അത് പതിവാക്കിയിട്ടില്ല. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഞാൻ റാഗി, കുഞ്ഞു കുട്ടികളായിരിക്കുന്ന സമയത്ത് ഇവർക്ക് 3 പേർക്കും റാഗി കൊടുത്തിട്ടില്ല. അപ്പോൾ റാഗിന് ന്യൂട്രീഷണൽ വാല്യൂസൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ധാരാളം ന്യൂട്രീഷണൽ വാല്യൂസ് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ അത് പ്രായമായ ആൾക്കാർക്കും കഴിക്കുന്നത് നല്ലതാണല്ലോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, എല്ലാവർക്കും കൂടെ സെയിം ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെ ആവാം, എളുപ്പത്തിൽ കുട്ടികൾക്ക് കഴിച്ചിട്ട് സ്കൂളിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ റാഗി സീഡ്സാണ് ഉള്ളത്. രാവിലെ എണീറ്റ് ഉടനെ ഞാൻ ഈ റാഗി സീഡ്സിൻ്റെ ബോട്ടിൽ നിന്ന് കുറച്ച് ഇതെടുത്തിട്ട് നന്നായി കഴുകി വെള്ളത്തിലിട്ട് വെക്കും. കുറേ നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നമുക്കത് കഴുകിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത മിശ്രിതത്തിലേക്ക് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഒന്ന് നന്നായിട്ട് ലൂസാക്കി ഒരു ബൗളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ റാഗിയുടെ വെള്ളം പാല് പോലെ മുകളിലും വരും, മറ്റത് ചണ്ടിയായിട്ട് താഴെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളത് ബൗളിൽ മാറ്റി വയ്ക്കും. നമുക്ക് ആ വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം ഇതൊന്നും ഒരുപാട് സമയം എടുക്കുന്ന പ്രോസസ്സല്ല കേട്ടോ. കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഇവിടെ ഇപ്പം ഇന്നുള്ളത് ബദാമും കാഷ്യൂവും പിസ്തയുമാണ് ഉള്ള നട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ നട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം, നല്ലതാണല്ലോ കുട്ടികൾക്ക്. വാൾനട്ടാണെങ്കിലോ എന്താണെങ്കിലും ഇടാം. ഇന്നിവിടെ കാഷ്യൂവും ബദാമും പിസ്തയും മാത്രമാണുള്ളത്. അപ്പോൾ ഞാൻ അതിനെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തു, കുറച്ച് പൗഡർ രൂപത്തിലേക്കാക്കി. നേരത്തെ ഞാനിത് അരയ്ക്കുമായിരുന്നു ഇതിനോടൊപ്പം ചേർത്തിട്ട്, പക്ഷേ അത് ഫൈനായിട്ട് വരാത്തതുകൊണ്ട് കുട്ടികൾ ചിലപ്പോൾ അത് കഴിക്കുന്നില്ല. അപ്പോൾ ഞാൻ കണ്ടെത്തിയ ഒരു ആൾട്ടർനേറ്റ് സൊല്യൂഷനാണ്. നന്നായിട്ട് പൊടിച്ച് പൗഡർ പോലെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ്. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബൗളിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നല്ലോ നേരത്തെ അരച്ച റാഗി. അപ്പോൾ അതിനെ നന്നായിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കുക. നന്നായി അല്പാൽപ്പം വെള്ളം ചേർത്ത് നമ്മൾ ഈ മിൽക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം. വാട്ടറിൻ്റെ നിറം ആവുന്നത് വരെ അങ്ങനെ ഞാൻ എടുക്കാറുണ്ട്. പിന്നെ മധുരത്തിന് വേണ്ടി അല്പം ശർക്കരയാണ് ചേർക്കുന്നത്. വളരെ കുറച്ച് ശർക്കരയെ ചേർക്കുന്നുള്ളൂ. ഒരുപാട് മധുരം രാവിലെ തന്നെ കഴിക്കുമ്പോൾ അത് ശരിയാവില്ല. പിന്നെ ഈത്തപ്പഴം ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ശർക്കരയ്ക്ക് പകരം ഒരു ചെറിയ മധുരം ഉണ്ടാവുകയും ചെയ്യും, അത് കുറച്ചും കൂടി നല്ലതുമാണല്ലോ. അപ്പോൾ ഇന്ന് ഈത്തപ്പഴം ഇല്ല എൻ്റെ കയ്യിൽ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ശർക്കരയാണ് ഇടണേ, അല്പം ശർക്കര. പിന്നെ സാധാരണ രീതിയിൽ നമ്മൾ കുഞ്ഞു ആൾക്കൊക്കെ കുറുക്ക് കൊടുക്കുന്നത് പോലെ ഇത് ചൂടാക്കി ഒന്ന് കുറുക്കിയെടുക്കുക. വളരെ കട്ടിയാവണമെന്നൊന്നുമില്ല, അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരണം ആ റാഗി. അങ്ങനെ കുറുക്കിയെടുത്തിട്ട് നമ്മൾ ഈ കുറുക്കും മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് കുറുക്കിനോട് ചേർത്ത് റാഗിയോട് ചേർത്ത് നമ്മൾ പാലും ആഡ് ചെയ്യണം. എത്ര പേരുണ്ടോ അതിനനുസരിച്ച് പാലും ചേർത്ത് നന്നായി വീണ്ടും മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കും. അതിൽ കുറച്ച് ഈ പൗഡേഴ്സും ആഡ് ചെയ്യും. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള നട്ട് പൗഡേഴ്സ് ആഡ് ചെയ്യും. എന്നിട്ട് ഗ്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. മുകളിൽ കുറച്ച് നട്ട്സും ഇടും. കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഹെൽത്തിയാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.